ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡെലിഗേഷൻ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഡെലിഗേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന അധികാരം കീഴ് ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കൈമാറ്റം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. നോക്കാം എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. ഡെലിഗേഷൻ റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി. അധികാരത്തിൻ്റെ ഡൗൺവേർഡ് ട്രാൻസ്ഫർ, താഴെ തട്ടിലോട്ട്, അതായത് കീഴ് ജീവനക്കാർക്ക് അധികാരം കൈമാറുന്നതിനെയാണ് നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഫ്രം എ സുപ്പീരിയർ, ആരാണ് കൈമാറുന്നത്? ഒരു സുപ്പീരിയറാണ് കൈമാറുന്നത്. ടു ദ സബോർഡിനേറ്റ്സ്, തൻ്റെ കീഴ് ജീവനക്കാർക്ക് അധികാരം കൈമാറുന്നതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾ എ മാനേജർ ടു ഡിസ്ട്രിബ്യൂട്ട് ഹിസ് വർക്ക് ലോഡ്. ഇതെന്താണ് ചെയ്യുന്നത്? ഒരു മാനേജർ തൻ്റെ വർക്ക് ലോഡ് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഹീ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ മോർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാനേജർക്ക് എന്താണ് ഗുണം? ഇപ്പോൾ മാനേജർ തൻ്റെ കീഴ് ജീവനക്കാർക്ക് വർക്ക് ലോഡ് വീതിച്ച് കൊടുക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മാനേജർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ഹീ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ മോർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. വലിയ പ്രാധാന്യമില്ലാത്ത ജോലികളെല്ലാം മാർക്ക് വിധിച്ച് കൊടുത്തിരിക്കുകയാണ്. തൻ്റെ കീഴ് ജീവനക്കാർക്ക് അദ്ദേഹം വീതിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു മാനേജർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഗീവ്സ് സബോർഡിനേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് ആൻഡ് എക്സർസൈസ് ഇനിഷ്യേറ്റീവ്. അതോടൊപ്പം തന്നെ ഇത് സബോർഡിനേറ്റ്സിന്, കീഴ് ജീവനക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, അവസരമാണ്. എന്തിനാണ്? ടു ഡെവലപ്പ്, അവർക്ക് സ്വന്തമായിട്ടൊന്നും. കാരണം ഒരു മാനേജർ ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്ത് പഠിക്കുന്നതിനും ആൻഡ് എക്സർസൈസ് ഇനിഷ്യേറ്റീവ്, അവർക്കൊരു മുൻകൈ എടുക്കുന്നതിനും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ജോലികളൊക്കെ ചെയ്ത് പഠിക്കുന്നതിനൊക്കെ ഒരു അവസരമാണ് അവർക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ സാറ്റിസ്ഫൈ ദ സബോർഡിനേറ്റ്സ് നീഡ്സ് ഫോർ റെക്കഗ്നേഷൻ. അതോടൊപ്പം തന്നെ ഇത് കീഴ് ജീവനക്കാരുടെ ഒക്കെ അംഗീകാരം ലഭിക്കുന്ന, എല്ലാ ജോലിക്കാർക്കും ഉണ്ട് റെക്കഗ്നേഷൻ, അംഗീകാരം ലഭിക്കണം എന്നുള്ളൊരാഗ്രഹം. ഇപ്പം വളരെ പ്രാധാന്യമുള്ള ജോലി കീഴ് ജീവനക്കാരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെയൊക്കെ ഒരു അംഗീകാരമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ആഗ്രഹം, കീഴ് ജീവനക്കാരുടെ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ടവിടെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. തിയോ ഹൈമാൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു ഡെഫിനേഷനാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മിയർലി മീൻസ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി, അധികാരം കൊടുക്കലാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ആർക്കാണ്? ടു സബോർഡിനേറ്റ്സ്, തൻ്റെ കീഴ് ജീവനക്കാർക്ക് അധികാരം കൊടുക്കുന്നതിനെയാണ് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ടു ഓപ്പറേറ്റ് വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. അപ്പോൾ അവർക്ക് ജോലി ചെയ്യുക എങ്ങനെയാണ്? ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട്, അതായത് അവർക്കൊരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് അധികാരം കൈമാറുന്നതിന്, സബോർഡിനേറ്റ്സിന് അധികാരം കൈമാറുന്നതിനെയാണ് നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എന്ന് നോക്കാം. 3 എണ്ണമാണ് അതിനകത്ത് വരുന്നത്. പ്രധാനപ്പെട്ടതാണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. 3 എണ്ണമാണ് ഇതിനകത്ത് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷനകത്ത് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് 3 ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം വീതിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഡെലിഗേഷനകത്ത് വരുന്ന കാര്യങ്ങൾ? അതിൽ ഒന്നാമത്തെ അതോറിറ്റി, രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി, മൂന്നാമത്തെ അക്കൗണ്ടബിലിറ്റി. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. എലമെൻറ്റ്സിൽ ഒന്നാമത്തതാണ് അതോറിറ്റി. നമ്മൾ പഠിച്ച കാര്യമാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്സ്. അതാണ് നമ്മൾ ഹെൻറി ഫെയലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അതോറിറ്റി. ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സിനകത്ത് വരുന്ന ഒന്നാമത്തതാണ് അതോറിറ്റി. അതോറിറ്റി മീൻസ് ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. ഒരു വ്യക്തിക്ക് തൻ്റെ കീഴ് ജീവനക്കാർക്ക് കമാൻഡ് കൊടുക്കുന്നതിന്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനുള്ള അധികാരത്തിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ടു ടേക്ക് ആക്ഷൻ, അതോടൊപ്പം തന്നെ ആക്ഷൻ എടുക്കുന്നതിന്, ജോലി ചെയ്യുന്നതിനും വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് പൊസിഷൻ, അയാളുടെ ജോലി പരിധിക്കുള്ളിൽ നിന്ന് കൊണ്ട് നടപടികൾ എടുക്കുന്നതിന്, കീഴ് ജീവനക്കാരെ കൺട്രോൾ ചെയ്യുന്നതിനും അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കുന്നതിനുള്ള അധികാരത്തിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ഡെലിഗേഷൻ്റെ ഒരു ആദ്യത്തെ എലമെൻ്റാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ്, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനുള്ള അധികാരത്തെയും തൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നടപടികൾ എടുക്കുന്നതിനുള്ള അധികാരത്തിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് അതോറിറ്റി അറൈസ് ഫ്രം ദ സ്കലാർ ചെയിൻ. അതോറിറ്റി ഉണ്ടാകുന്നത് സ്കലാർ ചെയിനിൽ നിന്നാണ്. സ്കലാർ ചെയിൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അധികാരത്തിൻ്റെ ഒരു ശ്രേണിനെയാണ് നമ്മൾ സ്കലാർ ചെയിൻ എന്ന് പറയുന്നതെന്ന്, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഹെൻറി ഫെയലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ. അപ്പോൾ അതോറിറ്റി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സ്കലാർ ചെയിനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്കലാർ ചെയിൻ എന്താണെന്നുള്ള കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. സ്കലാർ ചെയിൻ വിച്ച് ലിങ്ക്സ് ദ വേരിയസ് ജോബ് പൊസിഷൻസ് ആൻഡ് ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ജോലിയുടെ വിവിധ പൊസിഷനെയും അല്ലെങ്കിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവലിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് സ്കലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതോറിറ്റി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നതാണ്? സ്കലാർ ചെയിനിൽ നിന്നുണ്ടാകുന്നതാണ്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അതോറിറ്റി വിൽ ബി ഹയസ്റ്റ് അറ്റ് ദ ടോപ്പ് ലെവൽ. അപ്പം അധികാരത്തിൻ്റെ ഒരു പരിധി ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ടോപ്പ് ലെവലിലാണ്. കാരണം ടോപ്പ് ലെവലിലാണ് ഏറ്റവും കൂടുതൽ അധികാരം ഉള്ള ഉദ്യോഗസ്ഥർ, ജോലിക്കാരുള്ളത്.
ആൻഡ് റെഡ്യൂസസ് സക്സസീവ്ലി ആസ് വി കം ഡൗൺ ടു ദ ലോവർ ലെവൽ. അത് താഴെ തട്ടിലോട്ട് വരുമ്പം കുറഞ്ഞു വരുമ്പം അതിൻ്റെ ആ ഒരു പരിധി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അധികാരത്തിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോപ്പ് ലെവലിലാണ്. അത് ലോവർ ലെവലിലോട്ട് വരുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദസ് അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ അതോറിറ്റി എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്നും താഴോട്ടാണ് അത് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ അതർ വേർഡ്സ് ദ ഓൺലി സുപ്പീരിയർ ഹാസ് ദ അതോറിറ്റി ഓവർ ദ സബോർഡിനേറ്റ്. അപ്പം ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതോറിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് സുപ്പീരിയർക്കാണ്. അപ്പം ഒരു സബോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കീഴ് ജീവനക്കാരൻ്റെ മേലുള്ള മൊത്തം അധികാരം ആർക്കാണുള്ളത്? ഒരു സുപ്പീരിയർക്കാണുള്ളത്. അതാണ് ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്നത്. സുപ്പീരിയർ എപ്പോഴും ടോപ്പിലായിരിക്കും, ബോട്ടം താഴെ ലെവലിലുള്ള ആരാണ്? സബോർഡിനേറ്റ്സ് ആണ്. അപ്പം അധികാരം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു കീഴ് ജീവനക്കാരൻ്റെ മേലെ അധികാരമുള്ളത് സുപ്പീരിയർക്കാണ്. ഇനി അതോടൊപ്പം തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. അതോറിറ്റി നമുക്ക് വീതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മാനേജർക്ക് എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് ജോലികൾ കീഴ് ജീവനക്കാർക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തോടെ അവർക്ക് കീഴ് ജീവനക്കാർക്ക് നമ്മൾ കൈമാറും? അതോറിറ്റി, ആ ജോലി ചെയ്യുന്നതിനുള്ള ഒരു അതോറിറ്റിയോടെ നമ്മൾ ആ സമയത്ത് കൈമാറും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്കലാർച്ചിയിൽ നിന്നാണ് അതോറിറ്റി ഉണ്ടാകുന്നത്. ടോപ്പ് ലെവലിൽ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റെൻറ്റ് അതോറിറ്റി കൂടുതൽ കാണാൻ സാധിക്കും. താഴെ തട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ പരിധി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു സുപ്പീരിയർക്ക് ആണ് തൻ്റെ കീഴ് ജീവനക്കാരൻ്റെ മേലെ പൂർണ്ണ അധികാരമുള്ളത്. അതോടൊപ്പം തന്നെ അതോറിറ്റീനെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി അതോറിറ്റിയെ പറ്റി മറ്റു കുറച്ച് കാര്യങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്. അതോറിറ്റി റിലേഷൻഷിപ്പ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഓർഡർ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് ഓർഡർ എന്ന് പറയുന്ന, നമുക്കറിയാം ഓർഡർ ഫെയറുടെ പ്രിൻസിപ്പിൾസിനകത്ത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് ഓർഡർ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾസ് അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ബൈ ഗിവിങ് ദ മാനേജേഴ്സ് റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്. അപ്പോൾ അവിടെ ഓർഡർ എങ്ങനെയാണ് വന്നത്? മാനേജേഴ്സിന് അവിടെ ഓർഡറുകൾ നൽകാനുള്ള ഒരു അധികാരവും ആൻഡ് ദ പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്. അതോടൊപ്പം തന്നെ ഒബീഡിയൻസ്, ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഒരു വിധേയത്വം മേടിക്കുക, ഒരു ഒബീഡിയൻസ് നേടാനുള്ള ഒരു കഴിവും അവിടെ അതോറിറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഓർഡർ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് അതോറിറ്റി ഡിറ്റർമൈൻ ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അതോറിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെയാണ്. ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, എവിടെ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടത്, ആരോടാണ് നമ്മൾ ആൻസർ പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ അതോറിറ്റിയാണ് തീരുമാനിക്കുന്നത്, അധികാരമാണ് തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനകത്ത് കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാക്കുന്നതിനും അതോറിറ്റി സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്, ഓർഡറുകൾ കൊടുക്കാനുള്ള ഒരു അധികാരം ഈ പറഞ്ഞ മാനേജേഴ്സ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനേജേഴ്സിന് ഒബീഡിയൻസ് നേടുന്നതിനുള്ളൊരു അധികാരവും അതുവഴി ലഭിക്കുന്നുണ്ട്. ഇത്രയാണ് അതോറിറ്റിക്കകത്ത് പറയാനുള്ളത്. അതോറിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു വ്യക്തിക്ക് കമാൻഡ് ചെയ്യാനുള്ള ഒരു അധികാരത്തിനെയാണ് നമ്മൾ സബോർഡിനേറ്റ്സിനോട് കമാൻഡ് കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ആക്ഷൻ എടുക്കുന്നതിനും ഉള്ള ഒരു അധികാരത്തിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്കലാർച്ചിയിൽ നിന്നാണ് അതോറിറ്റി ഉണ്ടാകുന്നത്. ടോപ്പ് ലെവലിൽ അതോറിറ്റി നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. അത് താഴെ തട്ടിലോട്ട് വരുന്നതോറും അധികാരത്തിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സുപ്പീരിയർക്ക് തൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ മേൽ അധികാരം കൊടുക്കുന്നതിനാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതോറിറ്റി നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അതോറിറ്റി ഒരു കമ്പനിയിൽ ഉള്ളതുകൊണ്ടാണ് അവിടെ ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതോറിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തതാണ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഹെൻറി ഫെയറിൻ്റെ പ്രിൻസിപ്പിൾസിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി. അപ്പോൾ റെസ്പോൺസിബിലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കടപ്പാട് ഓഫ് സബോർഡിനേറ്റ്സ് ടു പ്രോപ്പർലി പെർഫോം ദി ഡ്യൂട്ടീസ് അസൈൻഡ്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, അപ്പോൾ കീഴ് ജീവനക്കാർ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. ആ രീതിയിലുള്ളൊരു കടപ്പാടിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഏൽപ്പിച്ച ജോലി ശരിയായി നിർവഹിക്കുന്നതിനുള്ള ഒരു കീഴ് ജീവനക്കാരൻ്റെ ബാധ്യതയെ, കടപ്പാടിനെയാണ് നമ്മൾ ഉത്തരവാദിത്വം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യണം. ആ ഒരു ഉത്തരവാദിത്വ ബോധത്തെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് മൂവ്സ് അപ്വേർഡ് ഫ്രം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. അപ്പോൾ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിനാണ് കൂടുതൽ വേണ്ടത്. അതെങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ടു സുപ്പീരിയറുടെ മേളിലോട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഉത്തരവാദിത്വം കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സബോർഡിനേറ്റ്സിൻ്റെ ഇടയിലാണ്. അപ്പോൾ അവർക്ക് ആരാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ളത്? സുപ്പീരിയർ. അപ്പോൾ അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആണ്, നേരെ മേളിലോട്ടാണ്. അതേസമയം അതോറിറ്റി എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടാണ്. സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ്, സുപ്പീരിയറാണ് അധികാരം, അയാൾക്കാണുള്ളത്.
അത് ആരുടെ എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ലോവർ ലെവലിലോട്ട്, താഴോട്ടാണ് അത് ഫ്ലോ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ്. റെസ്പോൺസിബിലിറ്റി നമുക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരാളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഫോർ എഫക്റ്റീവ് ഡെലിഗേഷൻ. അപ്പോൾ ഡെലിഗേഷൻ നന്നായിട്ട് നടക്കണമെങ്കിൽ ദ അതോറിറ്റി ഗ്രാൻറ്റഡ് മസ്റ്റ് ബി കമ്പൻസേറ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഈ അതോറിറ്റി ഗ്രാൻറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് അധികാരം കൊടുത്തതിന് തുല്യമായിട്ട് തന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിഗേഷൻ നടക്കുകയുള്ളൂ. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇഫ് അതോറിറ്റി ഗ്രാൻറ്റഡ് ഈസ് മോർ ദാൻ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഉത്തരവാദിത്തത്തേക്കാൾ കൂടുതൽ അയാൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് മിസ്യൂസ് ഓഫ് അതോറിറ്റി. അയാൾ ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അധികാരത്തിന് തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തം മാത്രമേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിന് തുല്യമായിട്ടുള്ള അധികാരം മാത്രമേ അവിടെ കൊടുക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ അധികാരത്തെ അയാൾ അവിടെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഓൺ ദ അതർ ഹാൻഡ് ഇഫ് റെസ്പോൺസിബിലിറ്റി ഈസ് മോർ ദാൻ അതോറിറ്റി. അധികാരം കൊടുത്തതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കാൻ സാധിക്കില്ല. ഇറ്റ് മേക്സ് എ പേഴ്സൺ ഇന്നെഫക്റ്റീവ്. അതൊരു വ്യക്തിനെ ഇന്നെഫക്റ്റീവ് ആക്കി മാറ്റും. ആ വ്യക്തി ഒരു ജോലി ചെയ്യാനായിട്ട് അയാൾക്ക് അവിടെ സാധിച്ചെന്ന് വരില്ല. അത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരാളെ നമ്മളൊരു ജോലി ഏൽപ്പിച്ചു, അപ്പോൾ ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നതിനുള്ള അധികാരം മാത്രം അയാൾക്ക് കൊടുത്താൽ മതി. അല്ലാതെ ഓർഗനൈസേഷനെ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പ്രത്യേക കാര്യം ചെയ്യുന്നതിന് അയാൾക്ക് നമ്മളൊരു ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം അയാൾക്ക് ഉത്തരവാദിത്തം കൊടുത്താൽ മതി. അല്ലാതെ ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി കൺട്രോൾ ചെയ്യാനും, ഈ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അവിടെ പോയി ക്യാൻറ്റീന്, എല്ലാ ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൺട്രോൾ ചെയ്യാനുള്ള അധികാരം അവിടെ കൊടുക്കണ്ട. അങ്ങനെ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മിസ്യൂസാണ്, അധികാരത്തെ ദുർവിനിയോഗം ചെയ്യലാണ്. അപ്പോൾ ഒരാളെ ഒരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്തു തീർക്കാനുള്ള അതിന് ഒരു ചെറിയ ലിമിറ്റ് ഉണ്ടല്ലോ, അതിനുള്ള അധികാരം മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മളൊരു ഉത്തരവാദിത്വം കൊടുത്തു, ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു, പക്ഷേ അയാൾക്ക് അത് ചെയ്യാനുള്ള ഒരു അധികാരം ആ കൂടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ ഇച്ചിരി നാൾ മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ ലീഡറിൻ്റെ കാര്യം എടുക്കുക. അവനോട് ഒരു പീരീഡ് ആരെങ്കിലും ആളില്ലാത്ത സമയത്ത് കുട്ടികൾ സംസാരിക്കരുത്, ശബ്ദം കേൾക്കരുതെന്ന് പറഞ്ഞ് ലീഡറിനോട് പറഞ്ഞിട്ട് ഇങ്ങ് പോരുകയാണ്. അതേസമയം അവനൊരു അധികാരം കൊടുക്കണം. ആരെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരെഴുതാനും അല്ലെങ്കിൽ അവരോട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അധികാരം കൊടുത്തെങ്കിൽ മാത്രമാണ് അവനവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അവനോട് പറയാം, നീ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ സംസാരിക്കുന്നവരുടെ പേര് ആർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷേ പിള്ളേരെ എല്ലാം ഉണ്ടായിരുത്തണം, അങ്ങനെ പറയാനായിട്ട് അവിടെ സാധിക്കില്ല. അപ്പോൾ നമ്മളൊരു ഉത്തരവാദിത്തം കൊടുക്കുകയാണെങ്കിൽ, ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു അതോറിറ്റിയും നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്ന ഒരു ഒബ്ലിഗേഷൻ. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുന്നതിനുള്ള ഒരു കടപ്പാടിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് അപ്വേർഡ്സ് ആണ്, അതായത് സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയറിലോട്ടാണ് ഈ റെസ്പോൺസിബിലിറ്റി എലമെൻറ്റിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കണം. അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയേക്കാൾ കൂടുതൽ അതോറിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി അതോറിറ്റിക്കാൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതൊരു പേഴ്സണെ ഇന്നെഫക്റ്റീവാണ് ആക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് അക്കൗണ്ടബിലിറ്റി, തേർഡ് വൺ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരം പറയുക അല്ലെങ്കിൽ കണക്ക് പറയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരം കൊടുക്കുക എന്നുള്ളൊരു വാക്കാണ് അതിന് കൂടുതൽ അനുയോജ്യം. അതായത് നമ്മൾ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആൻസറബിലിറ്റിയോടെ അതിൻ്റെ അകത്തുണ്ട്. അതാണ് അതിൻ്റെ അത് അക്കൗണ്ടബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസറബിലിറ്റി, ഉത്തരം കൊടുക്കൽ, ആൻസറബിലിറ്റി ഫോർ ഫൈനൽ ഔട്ട്കം ഓഫ് ദ അസൈൻഡ് ടാസ്ക്. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിക്കൊരു ഫൈനലായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ട്, അതിൻ്റെ ആൻസറബിലിറ്റിനെയാണ്, അതിന് ഉത്തരം കൊടുക്കുന്നതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏൽപ്പിക്കപ്പെട്ട ചുമതലയുടെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്, അതിൻ്റെ ഒരു റിസൾട്ടിന് മറുപടി പറയേണ്ടി വരുന്നതിനെയാണ് നമ്മൾ ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകത, ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ്. ഇത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആരാണ് ജോലി ചെയ്തത് അയാളാണ് അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി അയാൾക്കാണുള്ളത്. ആൻഡ് മൂവ്സ് അപ്വേർഡ്സ്. അതോടൊപ്പം തന്നെ ഇത് താഴെത്തട്ടിൽ നിന്നും മുകളിലോട്ടാണ് അക്കൗണ്ടബിലിറ്റി പോകുന്നത്. കാരണം കീഴ് ജീവനക്കാരനാണ് ഉത്തരം കൊടുക്കേണ്ടത്. ആരാണോ ജോലി ഏൽപ്പിച്ച് കൊടുത്തത് അയാൾക്ക് തൻ്റെ സുപ്പീരിയറോടാണ് ഈ പറഞ്ഞേക്കുന്ന ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അപ്വേർഡിലോട്ടാണ്, താഴെത്തട്ടിൽ നിന്നും മുകളിലോട്ടാണ് അക്കൗണ്ടബിലിറ്റി ഫ്ലോ ചെയ്യുന്നത്.
സബോർഡിനേറ്റ്സ് വിൽ ബി അക്കൗണ്ടബിൾ ടു എ സുപ്പീരിയർ. സബോർഡിനേറ്റ്സ് കീഴ് ജീവനക്കാരനാണ് സുപ്പീരിയർക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഫോർ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓഫ് വർക്ക്. അപ്പോൾ അവിടെ ഒരു ജോലി ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തന്നെ ചെയ്തു തീർക്കേണ്ടതാണ്. അതിനുള്ളൊരു അക്കൗണ്ടബിലിറ്റി ആർക്കുണ്ട്? സബോർഡിനേറ്റ്സിനുണ്ട്. അത് ആരോടാണുള്ളത്? തന്നെ ജോലി ഏൽപ്പിച്ചിരിക്കുന്ന സുപ്പീരിയറോട് അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. എന്തിനാണ് അക്കൗണ്ടബിലിറ്റി ഉള്ളത്? ജോലി സംതൃപ്തമായിട്ടുള്ള രീതിയിൽ, സുപ്പീരിയർക്ക് തൃപ്തിയായിട്ടുള്ള രീതിയിൽ അത് ചെയ്തു തീർക്കണം എന്നുള്ളൊരു അക്കൗണ്ടബിലിറ്റി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് അറ്റ് ദ സെയിം ടൈം ദ സുപ്പീരിയർ വുഡ് സ്റ്റിൽ അക്കൗണ്ടബിൾ ഫോർ ദി ഔട്ട്കം. അതോടൊപ്പം തന്നെ സുപ്പീരിയർക്ക് ചുമ്മാ അങ്ങ് ഒഴിവാകാൻ സാധിക്കില്ല, അയാൾക്കും അതിൻ്റെ അകത്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതായത് താൻ ഒരാൾക്ക് ജോലി ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? സുപ്പീരിയറാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു അക്കൗണ്ടബിലിറ്റി ആർക്കും ഉണ്ട്? സുപ്പീരിയർക്കും അതിൻ്റെ അകത്തൊരു അക്കൗണ്ടബിലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൻസറബിലിറ്റിയാണ്. എന്തിൻ്റെ ആൻസറബിലിറ്റി? ഫൈനൽ ഔട്ട്കം ഓഫ് ദ അസൈൻഡ് ടാസ്ക്. ഒരു ജോലിയുടെ അന്തിമ ഫലത്തിനുള്ള ഉത്തരം കൊടുക്കലാണ് ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് മൂവ് ചെയ്യുന്ന അപ്വേഡിലോട്ടാണ്, താഴെത്തട്ടിൽ നിന്ന് മേളിലോട്ടാണ് ഈ അക്കൗണ്ടബിലിറ്റി ഫ്ലോ ചെയ്യുന്നത്. ഒരു സബോർഡിനേറ്റ്സിന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി തൃപ്തികരമായിട്ട് തീർക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സുപ്പീരിയർക്കും അതിൻ്റെ അകത്തൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാരണം സുപ്പീരിയറാണ് വേണ്ട നിർദ്ദേശങ്ങളും എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് സുപ്പീരിയർക്കും അതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ദസ് ഇറ്റ് മേ സ്റ്റേറ്റഡ് ദാറ്റ് വൈൽ അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്. അധികാരത്തെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. റെസ്പോൺസിബിലിറ്റി ഈസ് അസ്യൂംഡ് ഓർ അക്സെപ്റ്റഡ്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നതിനായിട്ട് സാധിക്കും. ആൻഡ് അക്കൗണ്ടബിലിറ്റി ഈസ് ഇമ്പോസ്ഡ്. അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ബാധ്യത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാധ്യസ്ഥനാകുക അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുക, ചുമത്തപ്പെടുക എന്നൊക്കെ വേണം നമുക്ക് പറയാം. ബാധ്യസ്ഥനാക്കുക, ലയബിളാക്കുക. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ലയബിളാക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരം കൊടുക്കുക. കാരണം എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ കൊടുക്കണം എന്നുള്ള ഒരു ബാധ്യതയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് റെസ്പോൺസിബിലിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം അതോറിറ്റി. അധികാരത്തിൽ നിന്നാണ് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അധികാരമാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കൊടുക്കുന്നത്. വൈൽ അക്കൗണ്ടബിലിറ്റി ഈസ് ഫ്രം റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തത്തിൽ നിന്നാണ് ആൻസറബിലിറ്റി ഉണ്ടാകുന്നത്, അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആ ഒരു എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷനെ ചെറിയൊരു ചാർട്ട് പോലെ അവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. ബേസിസ് ഓരോന്നിൻ്റെ അടിസ്ഥാനത്തിൽ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റീൻ്റെ മീനിങ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ മീനിങ് അർത്ഥം. അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു കമാൻഡ് കൊടുക്കാനുള്ള അവകാശത്തെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വിധേയത്വം അല്ലെങ്കിൽ കടപ്പാട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ടു പെർഫോം അസൈൻഡ് ഡ്യൂട്ടി. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തു തീർക്കുന്നതിനുള്ള വിധേയത്വത്തെയാണ് അല്ലെങ്കിൽ ലയബിലിറ്റീനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടബിലിറ്റി, ദ അക്കൗണ്ട് ഫോർ ആൻഡ് റിപ്പോർട്ട് ദ ഔട്ട്കം ഓഫ് ദ അസൈൻഡ് ടാസ്ക്. ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ റിസൾട്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടിനും അതിൻ്റെ ആ ഒരു ആൻസറബിലിറ്റിനെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ടിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആൻസർ കൊടുക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുകയാണ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ച് കൊടുക്കൽ. അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ്. നമുക്ക് അധികാരത്തെ നമുക്ക് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നമുക്ക് മറ്റുള്ളവർക്ക് വിധിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല, കാനോട്ട് ബി ഡെലിഗേറ്റഡ്. അതോടൊപ്പം തന്നെ ഒരാളൊരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ചെയ്ത ആൾക്കാണ്. ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അധികാരത്തെ നമുക്ക് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ സാധിക്കും, അതിനെ വീതിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഉത്തരവാദിത്വം നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അക്കൗണ്ടബിലിറ്റീനെ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നതിനായിട്ട് സാധിക്കില്ല. ആരാണോ ജോലി ചെയ്ത് അവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് കംസ് ഫ്രം. എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? അതോറിറ്റി ഉണ്ടായിട്ടുള്ളത് ഫോർമൽ പൊസിഷനിൽ നിന്നാണ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു പദവിയിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു സുപ്പീരിയർ ആയിരിക്കും ഇയാൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു ഫോർമൽ പൊസിഷനിൽ നിന്നാണ് ഈ അതോറിറ്റി ഉണ്ടായിട്ടുള്ളത്, അധികാരം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പഠിച്ചാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഫോർമൽ എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം അവിടെയുള്ള ഓർഗനൈസേഷൻ്റെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഫോർമൽ പൊസിഷനിൽ നിന്നാണ് അതോറിറ്റി ഉണ്ടായിട്ടുള്ളത്. റെസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ടുള്ളത് ഈ കിട്ടിയേക്കുന്ന
ഏൽപ്പിച്ച് കിട്ടിയിരിക്കുന്ന അതോറിറ്റിയിൽ നിന്നാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ച് കൊടുക്കുമല്ലോ, ഓരോ അധികാരം ഓരോ അതോറിറ്റി വിധിച്ചു കൊടുക്കുമല്ലോ. ആ വിധിച്ചു കൊടുത്ത അതോറിറ്റിയിൽ നിന്നാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഒരു അധികാരം കിട്ടുമ്പോൾ അതിൻ്റെ തുല്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കിട്ടും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എവിടുന്നാണ്? തൻ്റെ അതിന് ഉത്തരം കൊടുക്കേണ്ട ഞാനാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്, അപ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ട ഞാനാണെന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിട്ടുള്ളത്. ഇനി എങ്ങനെയാണത്, അതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. ഒന്നാമത്തെ, അതോറിറ്റി ഫ്ലോസ് ഡൗൺവേർഡ്. ടോപ്പ് ലെവലിൽ നിന്നും മിഡിൽ ലെവലിലോട്ടും മിഡിൽ ലെവലിൽ നിന്നും ലോവർ ലെവലിലോട്ടുമാണ് അതോറിറ്റി അധികാരം ഫ്ലോ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി നേരെ തിരിച്ചാണ്. ലോവർ ലെവലുകാരുടെ ഉത്തരവാദിത്തം ആരോടാണ്? തൊട്ട് മുകളിലുള്ള മിഡിൽ ലെവലുകാരോടാണ്. മിഡിൽ ലെവലുകാരുടെ ഉത്തരവാദിത്തം ആരോടാണ്? തൊട്ട് മുകളിലുള്ള ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനോടാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്വേർഡാണ്. അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതും അപ്വേർഡാണ്. ലോവർ ലെവലിലുള്ള മാനേജേഴ്സ് ആരോടാണ് ഉത്തരം പറയേണ്ടത്? മിഡിൽ ലെവലിലുള്ള മാനേജേഴ്സിനോടാണ് ഉത്തരം പറയേണ്ടത്. മിഡിൽ ലെവലിലുള്ള മാനേജേഴ്സ് ആരോടാണ് ആൻസർ കൊടുക്കേണ്ടത്? ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ ഇതും അപ്വേർഡായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്. അതിലൊന്നാമത്തെ പറഞ്ഞിരിക്കുകയാണ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ബൈ എൻട്രസ്റ്റിംഗ് ദ സബോർഡിനേറ്റ്സ് വിത്ത് ദ ടാസ്ക്. നമ്മൾ ജോലിക്കാർക്ക് ഈ ജോലി വിധിച്ചു കൊടുക്കുന്ന വഴി, അല്ലെങ്കിൽ ജോലിക്കാരെ നമ്മൾ വിശ്വസിച്ച് ഓരോ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന വഴി ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആർ ഏബിൾ ടു ഫങ്ഷൻ മോർ എഫക്റ്റീവ്ലി. ടോപ്പ് ലെവലുള്ള മാനേജേഴ്സിന് അവരുടെ ജോലികൾ ഭംഗിയായിട്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. കാരണം വലിയ പ്രാധാന്യമില്ലാത്ത ജോലികളെല്ലാം അവർ ആർക്ക് വിധിച്ചു കൊടുത്തു? തൻ്റെ തൊട്ട് താഴെയുള്ള കീഴ് ജീവനക്കാർക്ക് വിധിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് എഫക്റ്റീവ്ലി ആസ് ദേ ഗെറ്റ് മോർ ടൈം ടു കോൺസെൻട്രേറ്റ് ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. അപ്പം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലകത്തോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് തൻ്റെ കീഴ് ജീവനക്കാർക്ക് തൻ്റെ ജോലിയെ വീതിച്ചു കൊടുക്കുന്നത് മൂലം ആ മാനേജർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രാധാന്യം അർഹിക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കമ്പനിക്കകത്തുണ്ട്. അതിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട്, പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനായിട്ട് അതുവഴി സാധിക്കും. അതുകൊണ്ടാണ് ഡെലിഗേഷൻ വഴി ഇഫക്റ്റീവായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് എംപ്ലോയി ഡെവലപ്മെൻറ്റ്. ത്രൂ ഡെലിഗേഷൻ സബോർഡിനേറ്റ്സ് ഗെറ്റ് ആംബിൾ ഓപ്പർച്യൂണിറ്റീസ് ടു യൂട്ടിലൈസ് ദെയർ ടാലൻറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ കീഴ് ജീവനക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുകയാണ്. ആംബിൾ ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുകയാണ്. എന്തിനാണ്? അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതിനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഇവിടെ കിട്ടുകയാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദം ടു ഡെവലപ്പ് ദോസ് സ്കിൽസ് വിച്ച് എനേബിൾ ദം ടു പെർഫോം കോംപ്ലക്സ് ടാസ്ക് ആൻഡ് അസ്യൂം മോർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്, ഇതൊരു വഴിയൊരുക്കുകയാണ്. എന്തിനാണ്? ടു ഡെവലപ്പ് ദോസ് സ്കിൽസ്, അവരുടെ ടാലൻറ്റ്, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരമാണ് ഇത് കിട്ടുന്നത്. കാരണം ഒരു മാനേജറുടെ ഡ്യൂട്ടി ഇവർക്ക് വിധിച്ച് കിട്ടുക. അപ്പോൾ അവർക്ക് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന്, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു അവസരമാണ് അവിടെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ വിച്ച് എനേബിൾ ദം ടു പെർഫോം കോംപ്ലക്സ് ടാസ്ക്, വളരെ സങ്കീർണമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന്, പെർഫോം ചെയ്യുന്നതിന് അവരെ എനേബിൾ ആക്കിയാണ്, അവരെ അങ്ങനെ ഒരു പ്രാപ്തരാക്കിയാണ് അതുവഴി ചെയ്യുന്നത്. അപ്പോൾ ഡെലിഗേഷൻ വഴി എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? മാനേജേഴ്സ് അവരുടെ ജോലി കീഴ് ജീവനക്കാർക്ക് വിധിച്ചു കൊടുക്കലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സബോർഡിനേറ്റ്സിന് അവരുടെ കഴിവുകൾ, ഒരു മാനേജീരിയൽ സ്കിൽസ് എല്ലാം ഒന്ന് പെർഫോം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെലിഗേഷൻ വഴി അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഈ മാനേജർ ചെയ്യുന്ന ജോലികൾ ചെയ്ത് ശീലിക്കുന്ന വഴി അവർക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള ജോലികളെല്ലാം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷനെല്ലാം കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അവസരമാണ് അതുവഴി കിട്ടുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനെല്ലാം അവർക്ക് അതുവഴി സാധിക്കുന്നുണ്ട്. അതങ്ങനെ അവരുടെ ഒരു കരിയർ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അതുവഴി സാധിക്കും. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് മോട്ടിവേഷൻ ടു എംപ്ലോയീസ്. ജോലിക്കാർക്കൊരു പ്രചോദനമാണ് ഈ ഡെലിഗേഷൻ, അവർക്കൊരു മോട്ടിവേഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ എ വർക്ക് ഈസ് എൻട്രസ്റ്റഡ് ടു സബോർഡിനേറ്റ്സ്, നമ്മളൊരു ജോലിക്കാരനൊരു ജോലി വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് ആൻ എലമെൻറ്റ് ഓഫ് ട്രസ്റ്റ് ഈസ് ദെയർ ഓൺ ദ പാർട്ട് ഓഫ് ദ സുപ്പീരിയർ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഓൺ ദ പാർട്ട് ഓഫ് സബോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മളൊരാളെ ഒരു ജോലി വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് ട്രസ്റ്റ്, വിശ്വാസം എന്ന് പറയുന്ന സാധനം ഒരു സുപ്പീരിയർക്കുണ്ട്. കാരണം ഇവൻ നന്നായിട്ട് ജോലി ചെയ്യും, അവന് ഇതിനുള്ള കഴിവുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ ജോലി ഏൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ജോലി കിട്ടുന്ന ആൾക്ക് എന്താണ്, ഒരു കമ്മിറ്റ്മെൻറ്റ്, എനിക്കൊരു അംഗീകാരമാണല്ലോ ഈ കിട്ടിയത്.
അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ എന്നെ ഈ ജോലി ഏൽപ്പിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലി നന്നായിട്ട് പൂർത്തിയാക്കേണ്ടതാണ്, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ആരുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്? സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ദൈ ദെയർഫോർ വിൽ ട്രൈ ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദസ് ഡെലിഗേഷൻ മോട്ടിവേറ്റ്സ് ദ സബോർഡിനേറ്റ്സ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ആസ് വെൽ ആസ് ദർ കേപ്പബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ ഡെലിഗേഷൻ എന്ത് ചെയ്യുകയാണ്? മോട്ടിവേറ്റ് ചെയ്യുകയാണ് സബോർഡിനേറ്റ്സിനെ ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ദെയർ കേപ്പബിലിറ്റീസ്. അതോടൊപ്പം തന്നെ അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഡെലിഗേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പം മോട്ടിവേഷൻ എങ്ങനെയാണ് എംപ്ലോയീസിന് കൊടുക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജോലിക്കാരെ വിശ്വസിച്ചിട്ടാണ് ഈ സബോർഡിനേറ്റ്സ് ഓരോ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഞങ്ങളെ വിശ്വസിച്ചിട്ടാണല്ലോ ജോലി ഏൽപ്പിച്ചത് എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ വരുന്നതുകൊണ്ട് തന്നെ ഈ എംപ്ലോയീസ് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വഴി എംപ്ലോയീസിൻ്റെ കഴിവുകളും വർദ്ധിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് ഈ ഡെലിഗേഷൻ വഴിയൊരുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എംപ്ലോയീസിന് മോട്ടിവേഷനാണ്, അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഗ്രോത്തിനുള്ള ഒരു അവസരമാണ് ഈ ഡെലിഗേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കാം. Delegation enables workforce to assume more responsibilities and take up leading positions in new ventures and newly starting business branches. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഡെലിഗേഷൻ ഒരു റെഡി വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മാനേജേഴ്സിൻ്റെ ജോലികൾ ആര് ചെയ്യുന്നത്? ഈ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാനേജർമാർ ചെയ്യേണ്ട ജോലികളെല്ലാം ആര് ചെയ്ത് പഠിച്ചിട്ടുണ്ട്? സബോർഡിനേറ്റ്സ് ചെയ്ത് പഠിച്ച് അവിടെ ഒരു വർക്ക് ഫോഴ്സ്, ഒരു റെഡി വർക്ക് ഫോഴ്സ് അവിടെ ഉണ്ട്. അപ്പം അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനും ലീഡിങ് പൊസിഷൻസ്, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള പൊസിഷൻസ് ഏറ്റെടുക്കുന്നതിനൊക്കെ അവിടെ ഒരു വർക്ക് ഫോഴ്സ് റെഡിയായിട്ട് അവരുടെ കയ്യിലുണ്ട്, ഓർഗനൈസേഷൻ്റെ കയ്യിലുണ്ട്. കാരണം അവരൊരു ട്രെയിനിങ് ആണ് കൊടുത്തേക്കുന്നത്. തൻ്റെ കീഴ് ജീവനക്കാരെ അത്തരം ജോലികളെല്ലാം ചെയ്ത് പഠിപ്പിച്ച് ഒരു ട്രെയിനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ന്യൂ വെഞ്ചേഴ്സ് ആൻഡ് ന്യൂലി സ്റ്റാർട്ടിംഗ് ബിസിനസ്. അപ്പം ഒരു ബിസിനസ് പുതുതായിട്ടുള്ളൊരു സ്ഥാപനം തുടങ്ങിയോ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ തുടങ്ങിയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേറെ ജോലിക്കാരെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അവരുടെ നിലവിലുള്ള കമ്പനിക്കകത്ത് തന്നെ അത്തരം ജോലികൾ ചെയ്ത് പരിശീലിച്ചിട്ടുള്ള ആൾക്കാർ അവരുടെ കമ്പനിക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എംപ്ലോയീസിനെ പുതിയ ബ്രാഞ്ചിലോട്ടോ അല്ലെങ്കിൽ പുതിയ വെഞ്ചറിലോട്ടോ നമുക്കൊരു ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്ത് ഇരുത്തിയാൽ മതിയാവും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഒരു റെഡി വർക്ക് ഫോഴ്സ് ഉണ്ട്. നമ്മളിവിടെ ഡെലിഗേഷൻ വഴി തങ്ങളുടെ കീഴ് ജീവനക്കാരെ ജോലികളെല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് പുതിയൊരു ബ്രാഞ്ച് വെഞ്ചർ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഈ ഇപ്പം നിലവിലുള്ള വർക്ക് ഫോഴ്സിനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഫെസിലിറ്റേറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ദസ് ഇറ്റ് ഹെൽപ്സ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് എന്തിലോട്ട് ലീഡ് ചെയ്യും? കമ്പനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്രോത്ത് എക്സ്പാൻഷനൊക്കെ ഉണ്ടാകുന്നതിലോട്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ഹയറാർക്കി. മാനേജ്മെൻറ്റ് ഹയറാർക്കിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡെലിഗേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മാനേജ്മെൻറ്റ് ഹയറാർക്കി എന്താണെന്ന് നമുക്കറിയാം. ടോപ്പ് ലെവലിൽ ആൾക്കാരുണ്ട്, മിഡിൽ ലെവലിൽ ആൾക്കാരുണ്ട്, ലോവർ ലെവലിൽ ആൾക്കാരുണ്ട്. ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, എവിടുന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ മാനേജ്മെൻറ്റ് ഹയറാർക്കിക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ഹയറാർക്കിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡെലിഗേഷനാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ഓർഗനൈസിങ് ആൻഡ് ഡെലിഗേഷൻ. അപ്പോൾ ഓർഗനൈസിങ് വഴിയും ഡെലിഗേഷൻ വഴിയൊക്കെ ആയിട്ടാണ് ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ് എന്നുള്ള റിലേഷൻഷിപ്പ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ജോലി വീതിച്ചു കൊടുക്കലാണ്. അപ്പം അവിടെ അതോറിറ്റി വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എവിടെ പോയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടത്, അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയൊക്കെയാണ് നമ്മൾ ഓർഡറുകൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റിക്കകത്തെല്ലാം വരുന്നത്. ഇതെല്ലാമാണ് ഈ ഡെലിഗേഷൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർഗനൈസിങ് ചെയ്യുന്ന വഴിയും അല്ലെങ്കിൽ ഡെലിഗേഷൻ ചെയ്യുന്ന വഴിയൊക്കെ ആയിട്ടാണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഒരു കമ്പനിയിൽ ഉണ്ടാകുന്നത്. ഇതാണ് ഹയറാർക്കി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ റിലേഷൻഷിപ്പ് വിധിച്ച് കൊടുക്കുന്ന വഴി ടോപ്പ് ലെവലിൽ ആരൊക്കെയുണ്ട്, മിഡിൽ ലെവലിൽ ആരൊക്കെയുണ്ട്, ലോവർ ലെവലിൽ ആരൊക്കെയുണ്ട്, ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം, എവിടുന്ന് ഓർഡറുകൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ആൻഡ് ഫ്ലോ ഓഫ് അതോറിറ്റി ഡിറ്റർമൈൻസ് ആസ് ടു ഹൂ ഷുഡ് റിപ്പോർട്ട് ടു ഹൂം. അപ്പോൾ ഇവിടെ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കുന്നത് എന്താണ്, അതോറിറ്റി വഴി തീരുമാനിക്കുന്നത് എന്താണ്, ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ അതോറിറ്റി വഴി നമ്മൾ തീരുമാനിക്കുന്നത്. ഇത്രേ ഉള്ളൂ. മാനേജ്മെൻറ്റ് ഹയറാർക്കിയുടെ അടിസ്ഥാനമാണ് ഡെലിഗേഷൻ അല്ലെങ്കിൽ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞേക്കുന്ന അതോറിറ്റി വഴി നമ്മൾ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ
സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ഓർഗനൈസിങ് വഴി അല്ലെങ്കിൽ ഡെലിഗേഷൻ വഴി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതാണ് മാനേജ്മെൻറ്റ് ഹൈറാർക്കിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഓർക്കുക സ്കലാർ ചെയിൻ എന്ന് ഓർത്തുകൊള്ളുക. സ്കലാർ ചെയിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസിങ് അല്ലെങ്കിൽ ഡെലിഗേഷനാണ്. കാരണം ഓർഗനൈസിങ് അല്ലെങ്കിൽ ഡെലിഗേഷൻ വഴിയായിട്ടാണ് ആരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് തീരുമാനിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത്, ആർക്കാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്, ആർക്കാണ് അക്കൗണ്ടബിലിറ്റി ആയിരിക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള അധികാരങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഡെലിഗേഷൻ വഴിയായിട്ടാണ് അത് തീരുമാനിക്കുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് ബെറ്റർ കോർഡിനേഷൻ. നമുക്ക് ഏകോപനം നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെലിഗേഷൻ എലമെൻറ്റ്സ് ലൈക്ക് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ക്ലിയർലി ഡിഫൈൻ ദ പവേഴ്സ്, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് വേരിയസ് ജോബ് പൊസിഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇപ്പം ഡെലിഗേഷൻ്റെ എലമെൻറ്റുകളായിട്ടുള്ള അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി വഴി അവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെയുള്ള പവേഴ്സ്, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് വേരിയസ് ജോബ് പൊസിഷൻസ്. ഓരോ ജോലിയുടെയും അധികാരങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി വഴി ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഡെലിഗേഷൻ വഴി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ് ക്ലാരിറ്റി ഇൻ റിപ്പോർട്ടിംഗ് ഹെൽപ്സ്. അപ്പം ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലെല്ലാം അവിടെ ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി ഇൻ റിപ്പോർട്ടിംഗ് ഹെൽപ്സ് ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എഫക്റ്റീവ് കോർഡിനേഷൻ. അപ്പോൾ ഒരു റിപ്പോർട്ടിങ്ങിനകത്ത് ഒരു ക്ലാരിറ്റി ഉള്ളത് വഴി അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു കോർഡിനേഷനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എമംഗസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ജോബ് പൊസിഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷനും പല ജോബ് പൊസിഷൻസ് തമ്മിലുള്ള കോർഡിനേഷനും പല ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് തമ്മിലുള്ള കോർഡിനേഷനെല്ലാം അതുവഴി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആർക്കാണ് ഇതിനുള്ള അതോറിറ്റി, ആർക്കാണ് ഇതിനുള്ള റെസ്പോൺസിബിലിറ്റി, ആർക്കാണ് ഇതിനുള്ള അക്കൗണ്ടബിലിറ്റി, അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, ഓരോരുത്തർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഓരോരുത്തർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ നിർവഹിച്ചിട്ടുണ്ട് ഡെലിഗേഷൻ വഴി. അതുവഴി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയായിട്ടും അല്ലെങ്കിൽ എല്ലാ ജോബ് പൊസിഷൻസും എല്ലാ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് വഴിയൊക്കെ ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷനകത്ത് വരുന്നത്. ഒന്നാമത്തെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്, നമുക്ക് നന്നായിട്ട് ഈ ആൾക്കാരെ ജോലി ഏൽപ്പിക്കുന്നത് വഴി മാനേജേഴ്സിന് അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൻ്റെ അകത്ത് ജോലികളിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. വലിയ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കീഴ് ജീവനക്കാർക്ക് വിധിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ സ്കിൽസും ടാലൻ്റ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അവർക്കൊരു മോട്ടിവേഷനാണ്. അതായത് അവരെ ജോലി ഏൽപ്പിക്കുന്ന വഴി അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുകയും അതുവഴി അവർ പെർഫോമൻസ് വർദ്ധിപ്പിക്കുകയും അവരുടെ കപ്പാസിറ്റി വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു ഗുണമാണ് ഗ്രോത്ത്. അവരുടെ പുതുതായിട്ടൊരു ബ്രാഞ്ച് തുടങ്ങിയോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു വെഞ്ചർ, പുതിയൊരു മേഖലയിലോട്ട് അവർ ബിസിനസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള റെഡി ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെ അവർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള, ഈ ഡെലിഗേഷൻ വഴി ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ആ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള വർക്ക് ഫോഴ്സിനെ അവർക്ക് പുതിയ ബ്രാഞ്ചുകളിലോട്ടോ അല്ലെങ്കിൽ വെഞ്ചറിലോട്ടോ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ സ്ഥാപനത്തെ വലുതാക്കാനായിട്ട് സാധിക്കും. ഇനി മാനേജ്മെൻറ്റ് ഹൈറാർക്കി അല്ലെങ്കിൽ സ്കലാർ ചെയിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡെലിഗേഷൻ അല്ലെങ്കിൽ ഓർഗനൈസിംഗ് ആണ്. കാരണം ഇവിടെയാണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരാർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ബെറ്റർ കോർഡിനേഷൻ. ഇവിടെ അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അക്കൗണ്ടബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഓരോ ജീവനക്കാരുടെയും അധികാരം എന്താണ്, അവരുടെ അവകാശം എന്താണ്, ഡ്യൂട്ടി എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ജോബ് പൊസിഷൻസും എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും തമ്മിലൊക്കെ ആയിട്ട് ഒരു കോർഡിനേഷനിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ ഡെലിഗേഷൻ ഉണ്ടെങ്കിൽ സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.